കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണേ കുഞ്ചും വളയിട്ട് കൈകൊട്ട് തന്താനോ തന്താനോ തകത്തയ്യകൻ തെയ്യകൻ തന്നാനോ തന്താനോ തന്താനോ തകത്തയ്യകൻ തെയ്യകൻ തന്നാനോ. 1 2 3 1. ആരാ വിളിക്കണേ? ഏട്ടത്തിയാണല്ലോ. ഹലോ. എന്താ ചേച്ചി? അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നോട് വഴക്കിട്ടിട്ട് വരുവാ. ഇങ്ങോട്ടോ? 10 വെച്ച് കൊടുത്തില്ല എന്നും പറഞ്ഞ്. കർക്കിടകത്തിൽ അത് കഴിച്ചാലേ ശരീരപുഷ്ടി ഉണ്ടാകൂന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. ചീരത്തോരൻ കഴിച്ചാൽ പോരേന്ന്. എൻ്റെ അമ്മോ, ഒന്നും പറയണ്ട, ചാടിത്തുള്ളി അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? പണിയായല്ലോ. ഇവിടെ കോളനിയിൽ എവിടാ 10 5 സെൻറ്റേ ഉള്ളൂ. വേണമെങ്കിൽ റോസിൻ്റെയോ മുല്ലയുടെയോ ഇല വേണമെങ്കിൽ തോരൻ വെച്ച് കൊടുക്കാം. അമ്മ ഇങ്ങ് എത്തിയിട്ടോ? ശരി, വെച്ചോ വെച്ചോ. അയ്യോ, ഷാൾ എടുത്തിടട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വഴക്ക് കേൾക്കും. അമ്മേ, ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ അമ്മ വരുന്നുണ്ടെന്ന്? കാറും കൊണ്ട് ഏട്ടൻ കൂട്ടാൻ വരില്ലേ? അമ്മ നടന്ന് ക്ഷീണിച്ചല്ലേ? അത് മോളെ, എൻ്റെ മോനെയും പേരമക്കളെയും കാണാനൊരാഗ്രഹം. വാ അമ്മേ, വന്ന കാലം നിൽക്കാതെ കയറിയിരിക്കേ. ചോറുണ്ടോ അമ്മേ? ഇല്ല മോളെ. അയ്യോ, 2 മണിയായല്ലോ. ഞാനിവിടെ ഇരിക്കാം മോളെ, നീ വേഗം ചോറെടുക്ക്. കറികളൊന്നും ഇരിപ്പില്ല അമ്മേ, ഉള്ളതെടുക്കാം. എടുക്കും മോളെ, വിശന്നിട്ട് വയ്യ. മൂത്തവൻ്റെ ഭാര്യയെ പോലെ അല്ലെന്ന് തോന്നുന്നു. ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പോകാം. കർക്കിടക മാസമല്ലേ, കൈയൊക്കെ ഒരു കോച്ചിപ്പിടുത്തം പോലെ. ധന്വന്തരം കുഴമ്പൊന്ന് ചൂടാക്കി തടവിത്തരാൻ പറയണം. അമ്മ ചോറ് ഇന്ന് തരും. ഇതെന്താ മോളെ, തൈരും ചമ്മന്തിയോ? ഞങ്ങളിവിടെ ഇങ്ങനെ അമ്മേ. പഞ്ഞ മാസമല്ലേ, പച്ചക്കറികൾക്കൊക്കെ എന്താ വില. ഒന്നും കിട്ടാനും ഇല്ല. ഒരു ഗ്ലാസ് ജീരക വെള്ളം എടുത്തോ. അവിടുന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ സാമ്പാറും അവിയലും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാനാ, അനുഭവിക്കുക തന്നെ. വിശന്നിട്ട് വയ്യ. ചമ്മന്തി എങ്കിൽ ചമ്മന്തി. വരണ്ടായിരുന്നു തോന്നിപ്പോവാ. അവളെന്ത് ചെയ്യുക? വല്ല കറിയും വയ്ക്കുവാണോ? ഒരു പപ്പടവേലും കാച്ചി തന്നാൽ മതിയായിരുന്നു. അമ്മ, ഇനി ചോറ് വേണോ? വേണ്ടേ, വയറ് നിറഞ്ഞു ധാരാളം. ഞാൻ മാറാലും തൂക്കട്ടെ അമ്മേ. പോയിട്ട് വാ മോളെ. കുഴമ്പൊന്ന് ചൂടാക്കണേ, കൈക്കൊരു മരവിപ്പ് പോലെ. ചൂടാക്കി തരാം. ഇവിടെ ഉള്ള പണിയേ കഴിയുന്നില്ല. സുഖവാസത്തിന് വന്നേക്കുക. കുഴമ്പേ, അതിൻ്റെ മണവേ എനിക്ക് പിടിക്കില്ല കേട്ടോ. പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടോ അവിടെ? വീടെവിടെ പോവാനാ? മാറാല അടിക്കലൊക്കെ നേരത്തും കാലത്തും ചെയ്തുകൂടെ എൻ്റെ കുട്ടിയെ? എന്തൊരു പൊടിയാ. അമ്മ സിറ്റിംഗ് റൂമിൽ പോയിരിക്കമ്മ, ഞാൻ TV വെച്ച് തരാം. ഇതേ മോളെ, അവിടെ കുറച്ച് മാറാല. അവിടെ നിൻ്റെ കണ്ണ് കാണുന്നില്ല കുട്ടി? കണ്ടു അമ്മ, ഞാൻ മാറാല തൂത്ത് വരുന്നേ ഉള്ളൂ. ഇതേ മോളെ, ആ മൂലയ്ക്ക് മാറാല ഇരിക്കുന്നു. നല്ല ശക്തിയായിട്ട് തൂക്ക്. ഇതെന്താ പിള്ളേർ തൂക്കുന്ന പോലെ? എനിക്കറിയാം എങ്ങനെയാ തൂക്കണ്ടേന്ന്. അമ്മ എന്താ എന്നെ പഠിപ്പിക്കുവാണോ? ഞാനെന്താ കൊച്ചുകുട്ടിയാ? അല്ല പിന്നെ, പഠിപ്പിക്കാൻ വരുന്നു. പുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളൂ. എൻ്റെ മൂത്ത മരുമോളാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും മറുത്തൊരക്ഷരം മിണ്ടില്ല. എനിക്ക് വേണം. എന്തൊരു കാലുവേദന, നടന്നില്ലേ അതാവും. സുധീ മോളെ, വാതിൽ തുറക്ക്. ഞാനും വിടില്ല, ശല്യം. എന്താമേ? ചായ ഇടും മോളെ, സമയം 4 ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ അന്നത്തെ ദിവസം തലവേദനയാമ്മേ. ഉറക്കം വന്നിട്ട് വയ്യ. അമ്മ ഒരു കാര്യം ചെയ്യേ, ചായ ഇട്ടം കുടിച്ചോ? അയ്യോ മോളെ, എനിക്ക് കൈവേദനയാ. ആണെങ്കിൽ അവിടെ പോയിരിക്കേ. ഞങ്ങൾ 5 മണി 6 മണിക്കൊക്കെയാണ് ചായ കുടിക്കാറ്. ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചായ ഇടാം. അമ്മ അവിടെങ്ങാനും പോയിരിക്കേ. ഉറങ്ങിയില്ലെങ്കിലേ അന്നത്തെ ദിവസം പോക്കാം. ദൈവമേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ.
എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുക? ഞാൻ പോവാം. അവിടെ സ്വർഗമാണ്, സ്വർഗം. പാവം എൻ്റെ മൂത്ത മരുമോള് മറുത്തൊരു വാക്ക് പറയില്ല. ശോ, അമ്മ എന്താ അവിടെ പോയിരിക്കണേ? അമ്മ എന്താ ബാഗൊക്കെ ആയിട്ട് പോവാണോ? ആ, ഞാൻ പോവാം. അവരെന്ത് വിചാരിക്കും? നാട്ടുകാർ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. മൂത്ത മകന് തെറ്റിയിട്ട് ഇളയ മകൻ്റെ കൂടെ പോയി എന്നൊക്കെ. ചായ കുടിച്ചിട്ട് പോവാമേ? വേണ്ട, ഞാൻ പോവാം. അവിടെ ചെന്ന് കുടിച്ചോളാം. ആ, എന്നാൽ ശരി. ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കണോ അമ്മേ? വേണ്ട മോളെ, ഞാൻ നടന്നു പോയിക്കോളാം. ശരി. ആ, ഇനി ഞാനെങ്ങനാ ദൈവമേ അങ്ങോട്ട് കയറി ചെല്ലണേ? അവളെത്ര നല്ലവളാ. ശോ, അമ്മ അങ്ങോട്ട് വരുന്ന കാര്യം ചേച്ചിയോട് വിളിച്ചു പറയാം. അങ്ങനെ ഇവിടുന്ന് പോയി കിട്ടി, സമാധാനമായി. ഹലോ ചേച്ചി, അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ആ, ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ആ, അക്കരെ പച്ച ഇക്കരെ പച്ച. ശരി ചേച്ചി, ഏട്ടൻ വന്നു തോന്നുന്നു. വയ്ക്കട്ടെ. ആ, ആവു, സമാധാനമായി. തങ്കു, എന്താടി നീ കരയണേ? പാല് വേണോ? തരാം.